സാറേ ഉള്ള കാര്യം പറയല്ലോ. 20 ദിവസം കൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢിയല്ല താനെന്ന് തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന അഖിൽ മാരാർ. തുടങ്ങിയ ഉടനെ ഓവർ ആക്കിയപ്പോ തന്നെ ഞാൻ കരുതിയത് കയ്യിന്ന് പോയിന്ന്. ജയിക്കാൻ തോന്നുമെന്ന പ്രതീക്ഷ പ്രവർത്തകർക്ക് നൽകാനായിരുന്നു ശ്രമം. നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ഇനിയും സജീവമായി 2020 തുടരുമെന്നും അഖിൽ മാരാർ 24നോട് പറഞ്ഞു. ദൈവത്തിന്റെ ഒരേ കളികളെ. അഖിലെ ഉമാ തോമസ് ഒരു ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. താനൂർ ചക്കദിനം ചെന്നപ്പോ ചക്കയെല്ലാം തമ്പാനൂർക്ക് പോയെന്ന് കേട്ടു. പക്ഷേ ഒരു വലിയ പരാജയം നേരിട്ടു. എന്നാലും തോൽവി തന്നെയാണ്. അല്ല, അങ്ങനെയില്ല. അഖിൽ എന്ന് പറയുന്ന വ്യക്തി ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തി അല്ല ഇവിടെ മത്സരിച്ചത്. എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 15,000 വോട്ട് ഇത്തവണ 21,500 വർദ്ധിപ്പിക്കാൻ തൃക്കാക്കരയിൽ നമുക്ക് കഴിഞ്ഞത്. കാരണം വന്ന വഴി മറക്കുന്നവരല്ല നരിപ്പേക്കാര്. അഖില് വലിയ രീതിയിൽ കാടിളക്കിയ ഒരു പ്രചരണം നടത്തിയ ഒരാൾ കൂടിയാണ്. എന്തൊക്കെ മേളായിരുന്നു. എവിടെയാണ് 2020 പിഴച്ചത് എന്നൊരു ചോദ്യം. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. നമ്മൾ ഒരിക്കലും ജയസാധ്യത ഇല്ല എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചൊരു സ്ഥലത്താണ് ഞാൻ മത്സരിക്കാൻ വരുന്നത്. നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടിയ തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? നോക്കൂ, എനിക്ക് ആദ്യം ഇവിടെ വേണ്ടത് ജയിക്കാൻ കഴിയുമെന്ന് പറയുന്ന പ്രതീക്ഷ എന്റെ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ആണോ? നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. അവർക്ക് ആ പ്രതീക്ഷ കൊടുക്കുമ്പോൾ മാത്രമേ അവർക്കൊരു വോട്ട് ചെയ്യാൻ തോന്നത്തുള്ളൂ. രണ്ട്, അവരൊരാളോട് വോട്ട് ചോദിക്കാൻ പോകത്തുള്ളൂ. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഒരു മാറ്റമില്ലല്ലോ. ഞാൻ രാഷ്ട്രീയത്തിൽ ഇന്ന് പറയുന്നതായിരിക്കത്തില്ല വൈകിട്ട് പറയുന്നതായിരിക്കത്തില്ല നാളെ പറയുന്നത്. എന്നിട്ട് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു കരുണ? അപ്പൊ ഇവരാരും പറയുന്നതൊന്നും ഇതുവരെയും കേട്ടിട്ടില്ല. ഇവർക്ക് ആകെ അറിയാവുന്ന ഒരാൾ അഖിൽമാരാണ്. ആണോ? താൻ ഈ പറയുന്ന ഇടയ്ക്കൊക്കെ റെക്കോർഡ് ചെയ്ത് താൻ തന്നെ ഒന്ന് കേട്ടു നോക്ക്. നല്ല രസമാണ്. അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പുതിയ തലമുറയ്ക്ക് ആകെ അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അഖിൽമാരാർ മാത്രമായതുകൊണ്ടാണ്. അങ്ങനെയൊക്കെ നീ ഒന്ന് പോടാ, നീ പണ്ടേ ഉടായിപ്പാ. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്.